ഹായ് ഫ്രണ്ട്സ്, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ശാസ്ത്രക്വിസിൻ്റെ രണ്ടാമത്തെ ഭാഗവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കഴിഞ്ഞ ഭാഗം നിങ്ങൾക്കെല്ലാവർക്കും വളരെയധികം പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇതും നിങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്പെടും. ഇതിൻ്റെ തുടർന്ന് വരുന്ന ഭാഗങ്ങളും ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വേഗം തന്നെ ചോദ്യങ്ങളിലേക്ക് കടക്കാം. വെള്ളത്തിൽ നിന്ന് മൂക്കിലൂടെ തലച്ചോറിലെത്തി അമീബിയാക് മസ്തിഷ്കജ്വരം ഉണ്ടാക്കുന്ന അമീബ ഏതാണ്? അമീബിയാക് മസ്തിഷ്കജ്വരമെന്ന് നമ്മൾ എല്ലാ ദിവസവും പത്രങ്ങളിലൂടെയും ടി വിയിലൂടെയുമെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. ഈ അമീബിയാക് മസ്തിഷ്കജ്വരം ഉണ്ടാക്കുന്ന അമീബ ഏതാണ്? ഈ അമീബയുടെ പേരെന്താണ്? നൈഗ്ലേരിയ എന്നാണ് വെള്ളത്തിൽ നിന്നും മൂക്കിലൂടെ തലച്ചോറിലെത്തി അമീബിയാക് മസ്തിഷ്കജ്വരം ഉണ്ടാക്കുന്ന അമീബയുടെ പേര്. അടുത്ത ചോദ്യം, മേഘങ്ങളിൽ സിൽവർ അയോഡൈഡ്, പൊട്ടാസ്യം അയോഡൈഡ്, ഡ്രൈ ഐസ് എന്നിവ ഉപയോഗിച്ച് കൃത്രിമമായി മഴ പെയ്യിക്കുന്നതിന് പറയുന്ന പേരെന്താണ്? ക്ലൗഡ് സീഡിംഗ് അഥവാ മേഘ വിത്തുപാകൽ എന്നാണ് ഇതിന് പറയുന്ന പേര്. അടുത്ത ചോദ്യം, സസ്യങ്ങൾക്കും ജീവനുണ്ട് എന്ന് കണ്ടെത്തിയ ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ ആരാണ്? സസ്യങ്ങൾക്കും ജീവനുണ്ട് എന്ന് കണ്ടെത്തിയ ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ ആരാണ്? ഉത്തരം J.C. ബോസ്. അടുത്ത ചോദ്യം, മിന്നാമിനുങ്ങിൻ്റെ വെളിച്ചം ഏത് രാസവസ്തുവിൻ്റെ സാന്നിധ്യം കൊണ്ടാണ്? മിന്നാമിനുങ്ങിൻ്റെ വെളിച്ചം ഉണ്ടാകുന്നത് ഏത് രാസവസ്തുവിൻ്റെ സാന്നിധ്യം കൊണ്ടാണ്? ഉത്തരം ലൂസിഫറിൻ. അടുത്ത ചോദ്യം, കണ്ണീർ വാതകം എന്നറിയപ്പെടുന്ന വാതകമേത്? കണ്ണീർ വാതകം എന്നറിയപ്പെടുന്ന വാതകമേത്? ഉത്തരം ക്ലോറോ അസറ്റോഫിനോൺ ആണ് കണ്ണീർ വാതകം എന്നറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, ചിരിവാതകം എന്നറിയപ്പെടുന്ന വാതകമേത്? ചിരിവാതകം എന്നറിയപ്പെടുന്ന വാതകമേത്? ഉത്തരം നൈട്രസ് ഓക്സൈഡാണ് ചിരിവാതകം എന്ന് അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, ശ്വാസകോശം, മുറിവ് എന്നിവയിലൂടെയും തലച്ചോറിൽ പ്രവേശിച്ച് മസ്തിഷ്കജ്വരം ഉണ്ടാക്കുന്ന ചില അമീബകൾ ഉണ്ട് എന്ന് വിവിധ രാജ്യങ്ങളിലെ ഗവേഷണ സ്ഥാപനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഏതൊക്കെയാണ് ഈ അമീബകൾ? ശ്വാസകോശം, മുറിവ് എന്നിവയിലൂടെ തലച്ചോറിൽ പ്രവേശിച്ച് മസ്തിഷ്കജ്വരം ഉണ്ടാക്കുന്ന അമീബകൾ എന്ന് വിവിധ രാജ്യങ്ങളിലെ ഗവേഷണ സ്ഥാപനങ്ങൾ കണ്ടെത്തിയ അമീബകൾ ഏതെല്ലാം? ഉത്തരം അകാന്തമീബ, ബാലമുത്തി എന്നിവയാണ് അവ. അടുത്ത ചോദ്യം, ഡ്രൈ ഐസ് എന്നറിയപ്പെടുന്നത് എന്ത്? ഡ്രൈ ഐസ് എന്നറിയപ്പെടുന്നത് എന്ത്? ഉത്തരം സോളിഡ് കാർബൺ ഡൈ ഓക്സൈഡ് അഥവാ ഖരാവസ്ഥയിലുള്ള ഐസ് ആണ് സോളിഡ് കാർബൺ ഡൈ ഓക്സൈഡ് എന്നറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, കൃത്രിമ മഴ പെയ്യിക്കാൻ മേഘങ്ങളിൽ വിതറുന്ന രാസവസ്തുക്കൾ എന്തെല്ലാം? കൃത്രിമ മഴ പെയ്യിക്കാൻ മേഘങ്ങളിൽ വിതറുന്ന രാസവസ്തുക്കൾ എന്തെല്ലാം? ഉത്തരം സിൽവർ അയോഡൈഡ്, പൊട്ടാസ്യം അയോഡൈഡ്, ഡ്രൈ ഐസ് എന്നിവയാണ് കൃത്രിമ മഴ പെയ്യിക്കാൻ മേഘങ്ങളിൽ വിതറുന്നത്. അടുത്ത ചോദ്യം, ഉറുമ്പ് കടിച്ചാൽ നീറ്റൽ ഉണ്ടാകുന്നത് ഏത് രാസവസ്തുവിൻ്റെ സാന്നിധ്യം കൊണ്ടാണ്? ഉറുമ്പ് കടിച്ചാൽ നീറ്റൽ ഉണ്ടാകുന്നത് ഏത് രാസവസ്തുവിൻ്റെ സാന്നിധ്യം ഉള്ളത് കൊണ്ടാണ്? ഉത്തരം ഫോമിക് ആസിഡിൻ്റെ സാന്നിധ്യം ഉള്ളതുകൊണ്ടാണ് ഉറുമ്പ് കടിക്കുമ്പോൾ നമുക്ക് വേദനയും നീറ്റലും അനുഭവപ്പെടുന്നത്. അടുത്ത ചോദ്യം, പോളിയോ വാക്സിൻ വികസിപ്പിച്ചെടുത്ത അമേരിക്കൻ ഭിഷഗ്വരൻ ആരാണ്? ഉത്തരം ഡോക്ടർ ജോനസ് സാൾക്കാണ് പോളിയോ വാക്സിൻ വികസിപ്പിച്ചെടുത്തത്. അടുത്ത ചോദ്യം, ആരാണ് ഓറൽ പോളിയോ വാക്സിൻ വികസിപ്പിച്ചെടുത്തത്?
ആരാണ് ഓറൽ പോളിയോ വാക്സിൻ വികസിപ്പിച്ചെടുത്തത്? ഉത്തരം ആൽബർട്ട് ബ്രൂസ് സാബിൻ. ആൽബർട്ട് ബ്രൂസ് സാബിനാണ് ഓറൽ പോളിയോ വാക്സിൻ വികസിപ്പിച്ചെടുത്തത്. ശാസ്ത്ര ക്വിസിൻ്റെ രണ്ടാമത്തെ ഭാഗമാണിത്. ശാസ്ത്ര ക്വിസിൻ്റെ ഒന്നാമത്തെ ഭാഗം നിങ്ങൾക്കെല്ലാവർക്കും പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇതും അതേപോലെ തന്നെ നിങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്പെടും. ഇതുവരെയും എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇനിയെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഞാൻ ഇടുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കാൻ നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതോടൊപ്പം തന്നെ ഹൈപ്പ് ചെയ്യാനും മറക്കരുതേ. ഓക്കെ, അടുത്ത വീഡിയോയുമായിട്ട് ഉടനെ കാണാം. ബൈ ബൈ.